ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഇത് നിങ്ങൾക്ക് ഇന്നത്തേക്കുള്ള ഡിവൈൻ ഗൈഡൻസ് മെസ്സേജ്. ആൻഡ് ദ കാർഡ്സ് വി ഗോട്ട് ഏസ് ഓഫ് വാൻഡ്സ് ആൻഡ് നൈറ്റ് ഓഫ് സ്വേർഡ്സ്. ഇവിടെ നിങ്ങൾക്ക് വളരെയധികം മോട്ടിവേറ്റഡ് ആയി ഇരിക്കുന്ന ഒരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു മോട്ടിവേറ്റഡ് എനർജിയിൽ നിന്നും നിങ്ങൾക്ക് എന്തോ ഒരു ആക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട് എന്നുള്ള ഒരു മെസ്സേജാണ്. എന്നാൽ ഇവിടെ ഒരു ഇംപേഷ്യൻസ് ആൻഡ് റെസ്റ്റ്ലെസ്നെസ് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിനെ നിങ്ങളുടെ ക്ലാരിറ്റി ആൻഡ് ഫോക്കസ് കൊണ്ട് മറികടക്കുക. ഫോക്കസ് ഒന്ന് മാറിപ്പോവാനുള്ള, ഡിസ്ട്രാക്ഷൻസ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഗോൾസിലേക്കുള്ള ക്ലാരിറ്റി നിങ്ങളെ അതിന് സഹായിക്കും. ക്രിയേറ്റീവ് ഇൻസ്പിറേഷൻ, ക്രിയേറ്റീവ് തിങ്കിങ് ഒക്കെ നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു സമയം ഉണ്ടായി വരുന്നുണ്ട്. പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഈ ഒരു എനർജി കൊടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതർവൈസ് ഇതൊരു ഫ്രസ്ട്രേഷനിലേക്ക്, ഒരു ഇനാക്ഷനാണ്. നിങ്ങളൊന്നും ചെയ്യാതെ ഇരിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഒരു ഫ്രസ്ട്രേഷനായിട്ട് ഇമ്പൾസീവ്നെസ് വരാനും ഒക്കെ ഉള്ള ഒരു സാധ്യത ഇവിടെ കൂടുതലാണ്. കാൽക്കുലേറ്റഡ് ആയിട്ട് റിസ്കുകൾ വേണമെങ്കിൽ എടുക്കാൻ സാധിക്കുന്ന സമയം കൂടെയാണ്. എന്ത് തന്നെ ആണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ഒരു ന്യൂ ആക്ഷൻ പ്ലാൻ ചെയ്യാനായിട്ട് ഏറ്റവും സാധിക്കുന്ന ഒരു സമയമാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, ആവേശത്തോടു കൂടിയിട്ട് ചിന്തിച്ചുകൊണ്ട് ഒരു ചുവടെടുത്ത് വെക്കരുത്. അതുപോലെ തന്നെ ഞാൻ എടുത്തു വെക്കുന്ന ഓരോ ചുവടും അത് എൻ്റെ പാഷനുമായിട്ട് കണക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എൻ്റെ സ്വതസിദ്ധമായിട്ടുള്ള ഒരു ആഗ്രഹത്തിൽ നിന്നും, ഒതൻറ്റിക് ആയിട്ടുള്ള ഒരു ആഗ്രഹത്തിൽ നിന്നും വന്നിട്ടുള്ളതാണ് എന്നും ഉറപ്പ് വരുത്തി ഫോക്കസോട് കൂടിയിട്ട്, പേഷ്യൻസോട് കൂടിയിട്ട്, റെസിലിയൻസോട് കൂടിയിട്ട് നിങ്ങളുടെ പ്രവൃത്തികൾ ചെയ്യുക. നിങ്ങൾക്കതിന് ഗുണമുണ്ടാവും എന്നുള്ളതാണ്. ഈ ഒരു സമയം ഏറ്റവും റിസൾട്ട് ലഭിക്കുന്നൊരു സമയമാണ്. എന്നാൽ അവിടെ റിസൾട്ട് ഉണ്ടാക്കുന്നതിന് പകരം പാളിപ്പോവാനായിട്ടും സാധ്യതയുള്ള ഒരു എനർജിയിലാണ് നിൽക്കുന്നത്. ഒരു ബോർഡർ ലൈനാണത്. അത് മനസ്സിലാക്കി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ 100% റിസൾട്ട്.